കേരള രാഷ്ട്രീയത്തിലെ സജീവ മുഖം വയനാട് എം.എൽ.എയും കോൺഗ്രസിലെ സജീവ നേതാവുമായ ടി സിദ്ദിഖ് നേരിട്ട് പ്രതികരിക്കുന്ന നിലപാടുകളും രാഷ്ട്രീയ രംഗത്തെ ശക്തമായ ഇടപെടലുകളും കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തി. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ എം.എൽ.എ ഓഫീസ് വരെ ആക്രമിക്കുന്ന അവസ്ഥയിൽ പോലീസ് കയ്യം കെട്ടി നോക്കി നിന്നപ്പോൾ തന്റെ പടയാളികളെ ഇറക്കി പ്രതിരോധം തീർത്ത നേതാവ്. വയനാട്ടിൽ ലോക്സഭയിലേക്ക് ഒരിക്കൽ കേട്ട പേരായിരുന്നു സിദ്ദിഖിന്റേത്. എന്നാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്നായപ്പോൾ രാഹുൽ ഗാന്ധിക്കും പിന്നീട് പ്രിയങ്ക ഗാന്ധിക്കും വഴിമാറി കൊടുത്തുകൊണ്ടാണ് സിദ്ദിഖ് മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായി മാറിയത്. എങ്കിലും ഇപ്പോൾ കൽപ്പറ്റയുടെ എം.എൽ.എ എന്ന നിലയിൽ തിളങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിന് പേരാമ്പ്രയിൽ പോലീസ് അടിച്ചില്ലാതാക്കാൻ നോക്കിയപ്പോൾ റോഡ് കയ്യേറിയ സിദ്ദിഖിനെയും കൂട്ടാളികളെയും കണ്ടപ്പോൾ പോലീസ് ജീപ്പ് എടുത്തോടിയ കാര്യം നമ്മൾ കണ്ടതായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കേരളക്കര മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ട് കോൺഗ്രസ് വലിയ പ്രതിഷേധ പ്രകടനത്തിന് തിരികൊളുത്തുമ്പോൾ അവിടെ ഒന്നാമത്തെ വരിയിൽ തന്നെ ഇരിപ്പുറപ്പിച്ച സിദ്ദിഖ് പിന്നീട് നടത്തിയ ഒന്നൊന്നര പ്രസംഗമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുഖച്ചട്ട വലിച്ചു കീറിയ ഒന്നായിരുന്നു അത്. ആ തീപ്പൊരി പ്രസംഗം ഒന്ന് കണ്ടു നോക്കാം. വിറ്റു എന്ന് വേണം അനുമാനിക്കാൻ കോടിക്കണക്കിന് രൂപയ്ക്ക്. എന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് മാസ്റ്ററിൽ അത് ചെമ്പായി നിങ്ങൾ രേഖപ്പെടുത്തി? എന്തുകൊണ്ട് തിരിച്ചു വരുമ്പോ മഹസറിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടില്ല? എന്നിട്ട് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ശബരിമലയുടെ പവിത്ര പൂങ്കാവനം, ആ പവിത്ര പൂങ്കാവനത്തിന്റെ ഏറ്റവും വലിയ പവിത്രത, ആ പവിത്രതയ്ക്ക് സാങ്ക്ടിറ്റിയെ തകർത്തിരിക്കുകയാണ് ശബരിമലയിൽ. എന്നിട്ട് ഒരിക്കൽ കൂടെ കോടതി പറഞ്ഞു, ഗൗരവതരമായി സാങ്ക്ടിറ്റിയെ തകർത്തു എന്നുള്ളത് മാത്രമല്ല, ലക്ഷോപലക്ഷം വരുന്ന ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തെയാണ് ഇവിടെ തകർത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിധി പറഞ്ഞാൽ ആ സമയം രാജിവെക്കണം കേരളത്തിന്റെ ദേവസ്വം മന്ത്രി, ആ സമയം രാജിവെക്കണം കേരളത്തിലെ ദേവസ്വം ബോർഡ്. രാജിവെച്ചില്ലെങ്കിൽ അവരെ പിടിച്ചു പുറത്താക്കണം. ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയുന്നു, ശബരിമലയെ തൊട്ടവരാരും തന്നെ ഗതി പിടിച്ചിട്ടില്ല എന്ന് മുമ്പത്തെ അനുഭവം പിണറായി വിജയന് മുമ്പിൽ സാക്ഷ്യപത്രമായിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ വാസവനെ പുറത്താക്കിയില്ലെങ്കിൽ, ദേവസ്വം ബോർഡിനെ പുറത്താക്കിയില്ലെങ്കിൽ, കള്ളന്മാരെ കൂട്ടിലടച്ചില്ലെങ്കിൽ, കൂട്ടിലടപ്പിക്കാൻ ജനാധിപത്യ കേരള മതേതര സമൂഹം മുഴുവൻ ഒരുമിച്ച് പണപ്പുറപ്പാടുമായി രംഗത്തിറക്കിയിരിക്കുന്നു. ആ പണപ്പുറപ്പാടാണ് വിശ്വാസിയായ ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ സപ്തഭാഷാ സംഗമ ജില്ലയായ ഈ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ വലിയതായ പ്രയാണം. ഈ പ്രയാണത്തെ തടുത്തു നിർത്താൻ പിണറായി വിജയനല്ല, 1000 വിജയന്മാർ ശ്രമിച്ചാലും കേരളത്തിൽ സാധിക്കില്ല. ഇത് പിണറായി വിജയനെ കൊണ്ടേ പോകൂ. ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ പടയ്ക്കല. ശബരിമല അടക്കമുള്ളതായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഇത് അവസാനത്തെ പടയ്ക്കല. ഈ പടയ്ക്കൽ പിണറായി വിജയനെയും കൊണ്ടേ പോകൂ എന്ന് ഉത്തരവാദിത്തത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസത്തെ തകർക്കാൻ ഒളി അജണ്ട ഈ ഗവൺമെന്റ് എല്ലാ സന്ദർഭത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ്. ഒളി അജണ്ടകൾ വിശ്വാസത്തെ തകർക്കുക, വിശ്വാസികളെ തകർക്കുക. എന്നിട്ട് ഈ പ്രവർത്തനത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്ത നിരവധി കേസുകൾ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ എടുത്തു, കോൺഗ്രസ് പ്രവർത്തകന്മാർക്കെതിരെ എടുത്തു. എനിക്കെതിരെ 2 കേസുണ്ടായിരുന്നു. ഞാനത് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. ഒരു ദിവസം എന്നെ ശിക്ഷിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ ശിക്ഷിക്കപ്പെട്ടവരും ഞങ്ങളൊക്കെ കേസുമായി നിലനിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ചോദിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, CA NRC കേസുകൾ, ശബരിമല വിഷയത്തിലെ കേസുകൾ, ആ 2 കേസുകളും ഞങ്ങൾ പിൻവലിക്കും. ഞങ്ങൾ ചോദിക്കുന്നു, എത്ര കേസുകൾ നിങ്ങൾ പിൻവലിച്ചു? അന്ന് ശബരിമലയിൽ നിങ്ങൾ ആചാരത്തെ തകർക്കാൻ, വിശ്വാസത്തെ തകർക്കാൻ, ഹൈന്ദവ ദർശനത്തെ തകർക്കാൻ ആസൂത്രിതമായി ശ്രമം നടത്തിയതിനെതിരെ ജനാധിപത്യ പ്രതിരോധം തീർക്കാൻ രംഗത്തിറങ്ങിയ മുഴുവൻ ആളുകൾക്കെതിരെ നിങ്ങൾ കേസെടുത്തപ്പോ ആ കേസുകൾ പിൻവലിക്കാൻ ഈ 9.5 വർഷമായിട്ടും തുനിയാത്തതായ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുക. ആ മുഖ്യമന്ത്രിയോട് പറയുന്നു, ഇനി നിങ്ങൾ കേസുകൾ പിൻവലിക്കേണ്ടതില്ല. 2026 ആകുമ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന് ഈ കേസുകൾ മുഴുവൻ പിൻവലിച്ച് ശബരിമലയെ സംരക്ഷിക്കുമെന്നുള്ള ഉത്തരവാദിത്ത പ്രഖ്യാപനമാണ് ഈ ജാഥയിലൂടെ വിശ്വാസി സമൂഹത്തിന് ഞങ്ങൾ കൊടുക്കുന്നതായ ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് തന്നെ ശബരിമലയെ കാക്കാൻ, വിശ്വാസത്തെ സംരക്ഷിക്കാൻ
കൊള്ളയെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന ഈ വലിയ ജാഥയെ ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന്, വിശ്വാസികൾ ചേർന്ന്, മതേതര സമൂഹം ചേർന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരുക്കിയിട്ടുള്ള ഈ ആവേശകരമായ ഉദ്ഘാടന സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.